വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി മറച്ചുവെച്ചതിന് കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ ജീവനക്കാർക്കെതിരെ പോക്സോ കേസ്. വിദ്യാർത്ഥിയുടെ മാതാവിന്റെ പരാതിയിലാണ് 4 ജീവനക്കാർക്കെതിരെയുള്ള പോലീസ് നടപടി. എന്നാൽ വ്യാജ പരാതി എന്നാണ് ഇഷ ഫൗണ്ടേഷന്റെ മറുപടി. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഇതിൽ എന്താണ് ഈ സംഭവം? എന്തുകൊണ്ടാണ് ഇതൊരു വ്യാജ പരാതി എന്ന് ഇഷ ഫൗണ്ടേഷൻ പറയുന്നത്? വിശദാംശങ്ങൾ. അനുജ, 2017-നും 2019-നും ഇടയിൽ വച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ആന്ധ്ര സ്വദേശിയായിട്ടുള്ള കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത്. കോയമ്പത്തൂർ പോലീസിൽ കഴിഞ്ഞ നവംബറിലാണ് കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി പ്രകാരം ഒരു ആൺകുട്ടി തൻ്റെ മകനെ പീഡിപ്പിച്ചു. ഈ വിവരം താൻ സ്കൂൾ മാനേജ്മെൻറ്റിനെ അറിയിച്ചു. പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ താൻ അറിയിച്ചിരുന്നു. പക്ഷേ അതിന് വന്ന മറുപടി ഇത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ റെപ്യൂട്ടേഷനെ, അതിൻ്റെ സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേസ് നൽകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ കുടുംബം വലിയ ഉന്നത സ്ഥാനങ്ങളിലുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിയണം എന്ന് പലതവണ ഭീഷണിപ്പെടുത്തി, കുട്ടിയെ അടക്കം നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ മാനേജ്മെൻറ്റിൻ്റെ 4 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കുട്ടിക്കെതിരെയും കോയമ്പത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ നവംബറിലാണ് പരാതി നൽകിയതെങ്കിലും ജനുവരിയിൽ മാത്രമാണ് കേസിൽ FIR ഇട്ടത്. FIRൻ്റെ കോപ്പി മാർച്ച് അവസാനത്തോടു കൂടി മാത്രമാണ് ഈ കുട്ടിയുടെ മാതാവിന് നൽകുന്നത്. അങ്ങനെ പോലീസിൻ്റെ മെല്ലെപ്പോക്കുമൊക്കെ ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്, വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇഷ ഫൗണ്ടേഷൻ്റെ വിശദീകരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തോ ഒരു താല്പര്യം വെച്ചുകൊണ്ട്, സ്ഥാപിത താല്പര്യത്തിൻ്റെ പേരിൽ മാനേജ്മെൻറ്റിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി, സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ഇഷ ഫൗണ്ടേഷന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. അനുജ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.